ഫ്രണ്ട്സ്, കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിരപരിചിതമായ ഒരു വാക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല. നമ്മുടെ ഈ എൻഗേജ്മെൻ്റാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ മാർക്കറ്റിംഗ് ഫീൽഡിൽ വളരെ പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നത്. ഡിജിറ്റലൈസേഷൻ ഇത്രയും വേഗത്തിൽ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തിനും ഏതിനും നമ്മൾ ആശ്രയിക്കുന്നത് ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ ആയിരിക്കും അല്ലേ? അതൊരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടോ ഒരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിനെ കുറിച്ച് അറിയാനോ ആയിരിക്കും. അതിനായി നമ്മളെ സഹായിക്കുന്നത് ഗൂഗിൾ പോലുള്ള ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനും ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന ക്വയറീസിൽ നിന്നും ആയിരക്കണക്കിന് സെർച്ച് റിസൾട്ടുകളായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതിൽ നിന്നും ആദ്യത്തെയോ രണ്ടാമത്തെയോ പേജിൽ നിന്ന് തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നതുമായിരിക്കും. ഇവിടെയാണ് SEO എന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്സിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നത്. ഈ ഡിജിറ്റൽ വേൾഡിൽ കൊമേഴ്സ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വെബ് പേജില്ലാത്ത ഒരു ബിസിനസ്സിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ വെബ് പേജുള്ള ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾക്കും SEO എക്സിക്യൂട്ടീവ് എന്ന ജോബ് പൊസിഷനും അത്യാവശ്യമായി വരുന്നു. ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ് പേജിനെയോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ വെബ് പേജിനെയോ സെർച്ച് എഞ്ചിനിൽ ഹൈ റാങ്കിംഗ് പൊസിഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്ന കുറേ അധികം ടെക്നിക്സുകളാണ് ഈ കോഴ്സിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഒരു വെബ് പേജിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ എൻഹാൻസ് ചെയ്യാനുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് എല്ലാവർക്കും പ്രാവർത്തികമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള സർക്കാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് ഒരുക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സാണിത്. അതും വളരെ മിതമായ നിരക്കിൽ ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ കോഴ്സിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന നൂതന തൊഴിൽ മേഖലകളിലേക്ക് നിങ്ങൾക്കും പ്രവേശിക്കാൻ കഴിയും. സോ വെൽക്കം ടു അവർ SEO ഓൺലൈൻ കോഴ്സ്. സ്റ്റാർട്ട് ലേണിംഗ് നൗ. ഹായ് ഓൾ, ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനെ പറ്റിയാണ്. എന്താണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെർച്ച് എഞ്ചിൻ ഏതൊക്കെയാണ്? എങ്ങനെയാണ് ഒരു സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്? SEOയുടെ മെയിൻ അൽഗറിതംസ് ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് SEO ഏതൊക്കെയാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് SEO എന്നത്? SEO സ്റ്റാൻഡ്സ് ഫോർ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അതായത് ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകളിൽ നമ്മുടെ വെബ്സൈറ്റിനെ ഹയർ റാങ്കിങ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സെർച്ച് എഞ്ചിനെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കുറേ അധികം ടെക്നിക്സുകളെ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബെസ്റ്റ് ലാപ്ടോപ്സ് എന്ന് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഇതുപോലുള്ള ഒരു സെർച്ച് റിസൾട്ട് ആയിരിക്കും. ഇവിടെ പല ടൈപ്പിലുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണും, ഒപ്പം ഇതുപോലുള്ള കുറേ അധികം സെർച്ച് റിസൾട്ടുകളും കിട്ടാറുണ്ട്. ഇങ്ങനെ നമ്മളുടെ ഇതിനെ നമ്മൾ ക്വയറി എന്ന് പറയുന്നു, ഇതിനെ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്ന് പറയുന്നു. ഈ ഒരു സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ ആദ്യത്തെ റാങ്കിൽ നമുക്ക് കുറേ അധികം വെബ്സൈറ്റുകളുടെ ലിങ്കുകളും ഡീറ്റെയിൽസുകളും ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ വെബ്സൈറ്റിനെയും കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ അധികം ടെക്നിക്സുകളെയും ട്രിക്സുകളെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മളൊരു വെബ്സൈറ്റിനെ SEO ചെയ്യുന്നത്? ഇങ്ങനെ നമ്മൾ SEO ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണ്? നമ്മൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു വെബ്സൈറ്റിലേക്ക് SEO ചെയ്താൽ മാത്രമേ നമ്മുടെ വെബ്സൈറ്റിനെയും ഇതുപോലുള്ള സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിലെ ഹൈ റാങ്കിങ് പൊസിഷനിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എത്തിയാൽ മാത്രമേ നമ്മുടെ ക്വയറിക്ക് ആദ്യം കാണുന്ന ഏതെങ്കിലും വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾക്കതിനനുസരിച്ച് നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ചുള്ള നമ്മൾക്കുള്ള ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ക്വിറ്റ് ചെയ്യുന്നു, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നു. അതേപോലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് റാങ്കിൽ നമ്മുടെ വെബ്സൈറ്റും എത്തിയാൽ മാത്രമേ കൂടുതൽ ആളുകളിലേക്കും നമ്മളുടെ ബിസിനസ് ആൻഡ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എത്തത്തുള്ളൂ. അതുവഴി ആ വ്യക്തികൾ നമ്മുടെ ബിസിനസ്സിൻ്റെ കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിനെ നമ്മൾക്ക് എൻഹാൻസ് ചെയ്യാനും ഒരു ചെറിയൊരു ലോക്കൽ ബിസിനസ്സിനെ നമ്മൾക്കൊരു ഗ്ലോബൽ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും നമ്മുടെ വെബ്സൈറ്റിനെ നമ്മൾ SEO ചെയ്യുന്നത്.